സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് കണ്ട് പേഷ്യൻസ് ഇങ്ങോട്ട് ചോദിച്ചു വരുന്ന ഒരു പ്രൊസീജിയറാണ് കാർബൺ ലേസർ. ഇതിന്റെ പല പേരുകളിൽ അത് അറിയപ്പെടാറുണ്ട്. കാർബൺ ലേസർ ഫേഷ്യൽ, കാർബൺ പീൽ, ഹോളിവുഡ് ഫേഷ്യൽ, ഹോളിവുഡ് പീൽ. ഹായ് ഓൾ, ഞാൻ ഡോക്ടർ രേഷ്മ, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് അറ്റ് ലേ സ്കിൻ ക്ലിനിക്സ്. അപ്പൊ ഇത് ഈ കാർബൺ ലേസറിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് സ്കിന്നിലാണ് നമ്മളിത് ചെയ്യാറ്? കാർബൺ ലേസർ യൂഷ്വലി ഓയിലി സ്കിൻ, ആക്നെ മൂലം ഉണ്ടാകുന്ന പാടുകൾ, ഓപ്പൺ പോഴ്സ്, ഇതിനെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. കാർബൺ പീൽ എന്ന് പറഞ്ഞാലും നമ്മളൊരു കാർബൺ അപ്ലൈ ചെയ്തിട്ട് ബേസിക്കലി അതിലൊരു ക്യൂസിച്ച് ഇന്ത്യ ഗ്ലേസർ അതിന് പുറമെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കാർബൺ നമ്മുടെ ഡീപ്പ് ഓയിൽ ഗ്ലാൻസിൽ പെനിട്രേറ്റ് ചെയ്തെത്തിയിട്ട് നമ്മുടെ സ്കിന്നിന്റെ ഓയിൽനെസ് കുറയ്ക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ക്യൂസിച്ച് ലേസർ ചെയ്യുമ്പോൾ നമ്മുടെ പിഗ്മെന്റേഷനെയും ടാർഗറ്റ് ചെയ്യുന്നു. അത് കൂടാണ്ട് ഇതിനൊരു കൊളാജൻ റീമോഡലിംഗിലും ഒരു റോളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ പോഴ്സിനും അതുപോലെ തന്നെ സ്കിൻ ടൈറ്റ്നെസ് ഉണ്ടാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് എത്ര സെഷൻസ് വേണ്ടി വരാറുണ്ട്? യൂഷ്വലി ഒരു 3 to 6 സെഷൻസ്, ഒരു 3 weeks ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുക. പോസ്റ്റ് പ്രൊസീജിയർ കെയർ പറയുമ്പോൾ എല്ലാ ലേസർ ട്രീറ്റ്മെന്റ് പോലെ തന്നെ സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യണം. പിന്നെ ഓയിൽനെസ് കൺട്രോൾ ആവുന്നത് കൊണ്ട് തന്നെ സ്കിൻ ഡ്രൈനെസ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മൈൽഡ് ക്ലെൻസറും മോയിസ്ചറൈസറും പോസ്റ്റ് പ്രൊസീജിയർ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് കാർബൺ ലേസർ അല്ലെങ്കിൽ ഹോളിവുഡ് ഫേഷ്യൽ എന്ന് പറഞ്ഞ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പ്രൊസീജിയർ. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാനായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അസസ് ചെയ്തിട്ട് പ്രൊസീജിയർ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. താങ്ക് യു.